ഡാൻസ് റീൽ എടുക്കുന്നതിന് പിന്നിലുള്ള എഫേർട്ടാണ് ഈ വീഡിയോ. സാധാരണ സൺഡേസിലാണ് ഡാൻസ് റീൽസൊക്കെ എടുക്കാറ്. വല്ലപ്പോഴും കാണും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. കാരണം കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഞായറാഴ്ച ഞങ്ങൾ രാവിലെ വീഡിയോ എടുക്കാൻ പോകാമെന്ന് കരുതി. എന്താകുമോ എന്തോ. പതിവ് പോലെ തന്നെ രാത്രിയിൽ അത്ര ഉറങ്ങാനൊന്നും സാധിച്ചില്ല. സാധാരണ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ അധികം ആക്റ്റീവ് ആകുന്ന കുട്ടികളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് രാത്രിയിൽ എന്നെ എങ്ങനെ ഉറക്കാതിരിക്കാം എന്ന് ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പം എനിക്ക് രാത്രിയിൽ അധികം ഉറങ്ങാൻ സാധിച്ചില്ല. കേവലം ഒരു 2 മണിക്കൂറൊക്കെ കണ്ണ് ചിമ്മിയാൽ ചിമ്മി. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഉഷാറേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര അധികം എനർജി ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. നേരത്തെ പോകാമെന്ന് തീരുമാനിച്ചത് ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ 9 മണിയാക്കുമ്പോൾ ഭയങ്കര അധികം വെയിൽ വരും. വെയിൽ വരുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് തീർക്കണം എന്നായിരുന്നു. അങ്ങനെ അലാറം വെച്ച് 6 മണിക്ക് എണീറ്റു. 6 മണിക്ക് എണീറ്റപ്പം നല്ല ഇരുട്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇത്ര ഇരുട്ടല്ലേ, പിന്നെ ഈ സമയത്ത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് കുറച്ചും കൂടെ നേരം വെളുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഉറങ്ങി എണീറ്റപ്പം ലേറ്റായിപ്പോയി. പലതവണ ഇതേപോലെ എഫേർട്ട് ഇട്ടിട്ട് റീൽസ് എടുക്കാൻ ശ്രമിച്ചിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇതും അതുപോലെ ആവോ എന്തോ. നിങ്ങളിത് കണ്ടോ, ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ഭയങ്കര എക്സസൈസാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ അറിയത്തില്ല. ഫിറ്റ്നസ് ട്രെയിനറുടെ മക്കൾ തന്നെ എന്താ ഒരു ഡെഡിക്കേഷൻ. വീഡിയോസൊക്കെ എടുക്കാൻ ആകെ സൺഡേ മാത്രമേ പറ്റുള്ളൂ. കാരണം അന്നത്തെ ദിവസം മാത്രമേ ഹസ്ബൻഡിന് ലീവുള്ളൂ. പുള്ളിയാണ് ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. എന്തായാലും 6:30 വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ച നമ്മൾ വീഡിയോ എടുക്കാൻ പോകാൻ വളരെ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. മൂത്ത മോൻ അഗാധമായ ഉറക്കത്തിലാണ്. അവനെ കുത്തിപ്പൊക്കണം. കുഞ്ഞുവിന് മാത്രം ഡ്രസ്സ് മാറ്റി കൊടുത്തു. ബാക്കി 2 പേരെയും ഡ്രസ്സ് മാറ്റാതെ എടുത്ത് വണ്ടി കയറ്റി ഡ്രസ്സ് എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് അവിടെ എത്തുമ്പം ഇടിച്ചു കൊടുക്കാമെന്ന് കരുതി. കാരണം അവർ നല്ല ഉറക്കത്തിലാണ്. അപ്പം ഡ്രസ്സ് ഇടിപ്പിച്ചാൽ ചിലപ്പോൾ കരയിപ്പിക്കും. മാത്രം അയ്യോ, ഒന്നുകൂടെ പോയി ഇവിടെ കൊണ്ട് വെച്ചേ. ഇവിടെ കിടത്തിയത് ഫ്രണ്ടിൽ പോയാ മുട്ടും പൊട്ടി. മാങ്ങാച്ചുരാണ് ചെയ്യേ, മാങ്ങാച്ചുരണ്ട് മുഖവും പുള്ളി. എന്തുവായി കാണണേ. അത് ഇപ്പുറത്ത് തുറന്നിട്ടേക്ക് വന്ന് കയറും. അത് അച്ചു എണീറ്റു. ഞാൻ നോക്കുമ്പോൾ ഇവിടെ കിടത്തി വന്നിട്ട് കാണും ഫ്രണ്ടിൽ പോയിരിക്കും. അല്ലപ്പോൾ ഭയങ്കര കച്ചപ്പ് എണീറ്റ് അറിയണ്ടല്ലോ, ഡ്രസ്സ് മാറ്റണ്ടേ. വൈ ഹൈ, ഇനി ആദ്യം ഇവിടെ ടാറ്റ പോണ്ടേ. കാറി കയറാൻ റെഡി ആയിട്ട് അവിടെ ഇരിക്കണോള്. പോയോള് അല്ല മാറ്റണം. കുഞ്ഞു പെനീനും കൂടി ഇട്ടോ. ഒരാളെ എണീറ്റില്ല, ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം പിന്നെ എണീറ്റിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ഇപ്പോൾ ഈ കാണുന്ന ഉറക്കം മാത്രമല്ല, എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആക്ടിവിറ്റീസ് തുടങ്ങും. ഭയങ്കര അധികം ഓടിക്കളിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എനിക്ക് ഈ വീഡിയോസൊക്കെ എടുക്കാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. ഇപ്പോൾ ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട്സിൻ്റെ വീഡിയോസൊന്നും എടുക്കാനുള്ള ഇതില്ല. പിന്നെ ഇതുപോലെ ഔട്ട്ഡോർ പോയി എടുക്കണം. ഔട്ട്ഡോർ പോയി എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഇവരെയും വെച്ചിട്ട്. പ്രധാനമായിട്ട് ഇവരെയും കൊണ്ട് പോയാൽ വീഡിയോ എടുക്കാൻ ഇവർ സമ്മതിക്കാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവരവിടെ കിടന്ന് ഓടും. രാവിലെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതായിരുന്നു ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞത്, വേറെ ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് കൂടുതൽ ഹെർബൽ ടീസാണ് കഴിക്കുന്നത്, നമ്മുടെ തന്നെ പ്രോഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചത്. ഇവിടെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് സ്റ്റേഡിയം ദർബാർ ഹാളാണ്, എറണാകുളം. അപ്പം ഇതുണ്ടോ, അപ്പോൾ നോക്കിക്കേ, ഇവർ ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടോ. അവിടെ നിറയെ പ്രാവായിരുന്നു. ഇതിന് പുറകെ ഇങ്ങനെ ഓടുക തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ നന്നായിട്ട് നേരം ലേറ്റായി. കാലത്ത് 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 6:30 വരണമെന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ എത്തിയപ്പോൾ 7:30 കഴിഞ്ഞിരുന്നു. 3 പേരും ഇതിൻ്റെ പുറകെയുള്ള ഓട്ടമാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് കറക്റ്റായിട്ട് ചിലപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യും. വീഡിയോ എടുക്കുന്ന പുള്ളിക്ക് പിന്നെ ശ്രദ്ധ മൊത്തം ഇവരിലായിരിക്കും. എനിക്ക് പിന്നെ ടെൻഷനാണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്ത് തീർക്കണം. ഇവർ ചിലപ്പം കുറച്ച് ടയേർഡായാൽ പിന്നെ പോവാമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പം ഞങ്ങൾ രാവിലെ ഒരു ഡ്രസ്സിൽ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് പിന്നെ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന്, അതായത് തേവര ഭാഗത്ത് ചെയ്യാമെന്നുള്ളതാണ്. അത് ഈ വീഡിയോ ഇതൊക്കെ ഫ്ലോപ്പ് ആയതൊന്നും ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഇതോടുകൂടി ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയിട്ട് ഇനി ഔട്ട്ഡോർ വീഡിയോ എടുക്കുന്ന പരിപാടി ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേവരയുടെ ആ ഭാഗത്തേക്ക് പോയപ്പോൾ വൈകുന്നേരം പോയത്. ഇത് ഞങ്ങൾ രാവിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു 10-11 മണിയായി വീട്ടിലെത്തിയപ്പോൾ തന്നെ നന്നായിട്ട് ടയേർഡായിരുന്നു.
പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നിങ്ങൾ തേവരയുടെ ഭാഗത്തോട്ട് പോയത്. അപ്പം നമ്മൾ കോസ്റ്റ്യൂം മാറ്റിയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഒരേ കോസ്റ്റ്യൂമിൽ തന്നെ അധികം വീഡിയോ ഇട്ടാൽ രസം ഉണ്ടായിരിക്കില്ലോ എന്ന് കരുതി. ഇതിൽ ഞങ്ങളൊരു 3 ഡാൻസ് പ്ലാൻ ചെയ്തു. പക്ഷേ ഞാൻ ആകെ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഒരൊറ്റ ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയൊരു വീഡിയോ ഇടണമെന്നുണ്ട്. അത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, വലിയ പെർഫെക്ഷനൊന്നും ഇല്ല, എങ്കിലും ഞാനത് ഇടാമെന്ന് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ആണ്. എന്തായാലും ട്രെൻഡൊക്കെ കഴിഞ്ഞു അതിൻ്റെ, എന്നാലും ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ തേവരയുടെ സൈഡിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ഇതായിരുന്നു. ഇതും ഫ്ലോപ്പായി. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ പുറകിൽ നിങ്ങളൊരു കുട്ടീനെ കാണുന്നുണ്ടാവും. നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ അവളെ വിളിച്ചു ഹോസ്റ്റലിൽ. നമ്മളിവിടെ എറണാകുളത്ത് ജോലി ചെയ്യുക, പാരീസിൽ. ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞങ്ങൾ 2 റീല് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് കോമഡിയൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഹെൽപ്പിനായിട്ടായിരുന്നു ആ കുട്ടിയോട് വരാൻ പറഞ്ഞത്. ജിഷ്ണ എന്ന പേര്. ജിഷ്ണയോട് വരാൻ പറഞ്ഞതൊന്നും സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഞങ്ങൾ തേവരയിൽ ഈ നിൽക്കുന്ന ഭാഗത്തൊന്നും ഇതങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ട്, നീണ്ടു നിവർന്ന് വിജൃംഭിച്ച് കിടക്കുകയാണ്. ആ കൊച്ചിനെ ഇച്ച, ഇമ്മ, ഇക്ഷ, ഇനി ഏതെങ്കിലും ലെറ്റർ വേറെ ഉണ്ടോ കഷ്ടപ്പാടുള്ള അതെല്ലാം വരപ്പിച്ചു. പിന്നെ വെറുതെ ഓടുകയല്ല, ഏറ്റവും സങ്കടം തോന്നുന്നത് അതിനെ ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റം, അതായത് ഇഷ്ടംപോലെ ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്തോട്ട് ഓടി ഇതും ഈ കൊച്ചു പുറകെ ഓടണമല്ലോ, അതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. ഒന്നും അതിലിൻ്റെ മുകളിൽ ഇരിക്കുന്നതുണ്ടോ. അപ്പോൾ വെറുതെ ഓടുകയല്ല ചെയ്യുന്നത്, ഓടുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവർ ഇതാണ് വെറുതെ ഓടത്തില്ല, ഇതേപോലെ എവിടെയെങ്കിലൊക്കെ വലിഞ്ഞു കയറും. അപ്പോൾ താഴെയൊക്കെ ചതുപ്പല്ലേ, ശരിക്കും നല്ല ടെൻഷനായിപ്പോയി. എൻ്റെ പൊന്നെ കരയാണ്, വാശി പിടിക്കുകയാണ്. ഓടി നമ്മൾ എടുത്തതിന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അപ്പോൾ അങ്ങനെ 3-4 ഡാൻസ് റീൽ ഷൂട്ട് ചെയ്തതായിരുന്നു. പക്ഷെ ഒന്നും ഇടാൻ പറ്റില്ല. ട്രെൻഡിങ് റീൽസൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കാറില്ല, സാധിക്കാറില്ല. ഇതൊക്കെയാണ് അതിന് കാരണങ്ങൾ. അപ്പം ഇതോട് കൂടിയിട്ട് ഔട്ട്ഡോർ വീഡിയോ ഷൂട്ട് ഞാൻ നിർത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര അപകടമാണ്. കണ്ടോ, ഇത് വലിയൊരു ചതുപ്പാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു സമാധാനമില്ല. പുള്ളിയാണെങ്കിൽ മര്യാദയ്ക്ക് വീഡിയോ എടുത്തു തരുന്നില്ല. നമ്മളൊരു എന്തൊക്കെയോ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഓട്ടം കൂടിയപ്പോൾ പിന്നെ മതി നിർത്താമെന്ന് കരുതി അങ്ങനെ നിർത്തി. ഇവരെയും കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വളരെ റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. റോട്ടിലേക്കൊക്കെ ഓടും. പിന്നെ വീട്ടിലൊന്നും ഏൽപ്പിക്കാൻ നമുക്ക് ആരുമില്ല. എന്താ പാടിയത്? പാടാ മതി താഴേക്ക് വീഴണ്ട, ഇങ്ങോട്ട് വാ. ചതുപ്പിന്റെ പേടിയാണ്. ഞാൻ അടി ഇട്ടോട്ടെ നിനക്ക്. എന്താ അവന് അപ്പൂപ്പന്റെ കാല് ചൊറിഞ്ഞ കടയിൽ ഞാൻ വരുന്നുണ്ടേ, വന്നോട്ടെ. അവിടെ ഇരുന്നു.